നമസ്കാരം, നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഫുഡ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഫുഡ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുമ്പോൾ നമ്മൾ കാണാറുള്ള ഈ ഫുഡ് വ്ളോഗേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോവുക അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോവുക, അവിടെയൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ അവിടുത്തെ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്ത് കഴിച്ച് അതിനെക്കുറിച്ച് റിവ്യൂ പറയുന്ന പരിപാടിയാണ്. പക്ഷേ ഇതൊരു വ്യത്യസ്തമായ ഫുഡ് വ്ളോഗാണ്. അതായത് ഞാൻ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഞാൻ തന്നെ കഴിച്ച് ഞാൻ തന്നെ അതിനെക്കുറിച്ച് റിവ്യൂ പറയും. അതെ, അതാണ് പരിപാടി. അപ്പോൾ എന്താണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണ ഐറ്റം എന്ന് പറയുന്നത് ഒരു വലിയ സീക്രറ്റ് ഒന്നുമല്ല. കാരണം നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ടു കാണും എന്താണ് ഐറ്റം എന്ന്. ഏത് കൺട്രിയിൽ പോയാലും ഏകദേശം നമുക്കൊരു സിമിലർ ടേസ്റ്റ് ആയിരിക്കും KFC. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പക്ഷേ ഒരു ബേസിക് ടേസ്റ്റും ഒരു ബേസിക് ടെക്സ്ചറും ഉള്ള ഒരു സാധനമാണ് ഈ KFC ചിക്കൻ. പക്ഷേ ഇവിടെ ജർമ്മനിയിൽ ആക്ച്വലി ഒരു 2 വർഷം മുമ്പേ ഇവന്മാർ ഇതിൻ്റെ റെസിപ്പി മാറ്റി. ഈ ചിക്കൻ ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഒറിജിനൽ KFC ചിക്കൻ. അല്ലാതെ വേറെ ഇപ്പം മറ്റേ ഹോട്ട് സ്ട്രിപ്സ് എന്നോ ഹോട്ട് വിങ്സ് എന്നൊക്കെ പറഞ്ഞ് വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ഒറിജിനൽ ചിക്കൻ പീസസ് ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്പിമാർ മാറ്റി ഇപ്പം വേറെ എന്തോ ഒരു ഐറ്റമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അവർ പറഞ്ഞാൽ അതാണ് ഒറിജിനൽ റെസിപ്പി എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ എനിക്കിഷ്ടം നമ്മുടെ പഴയ നല്ല ക്രഞ്ചി ആയിട്ടുള്ള ക്രസ്റ്റുള്ള ചിക്കൻ. അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു ടെക്സ്ചറൊക്കെ. അതിനാണ് നല്ല ഫ്ലേവർ ഉള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ആക്ച്വലി എൻ്റെ ഫീഡ്ബാക്കൊക്കെ ഇവിടുത്തെ ജർമ്മനിയിലുള്ള KFCയിലുള്ള ചില ആൾക്കാർക്ക് ഞാൻ അയച്ചും കൊടുത്തു. നിങ്ങൾ എന്തുകൊണ്ട് ഈ റെസിപ്പി ചേഞ്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അവർ പറയുന്നത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല, ഇവിടെ ഉള്ള ആൾക്കാർക്ക് മറ്റേ ഇപ്പോഴത്തെ പുതിയ റെസിപ്പിയാണ് ഇഷ്ടമെന്ന്. പക്ഷേ ഈ പുതിയ റെസിപ്പി എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് ഒരു 2 വർഷം മുമ്പ് തന്നെ ഞാൻ എൻ്റെ പരീക്ഷണം ആരംഭിച്ചു. അത് ഈ സാധനം ഇങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത റെസിപ്പിയൊന്നുമല്ല. ഇപ്പോൾ ഒറിജിനൽ KFC റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, എന്താ പറയുക, അവരുടെ സീക്രട്ട് സ്പൈസസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര ഇതാണല്ലോ, എല്ലാം ഹിഡൻ ആണ്. നമ്മുടെ KFC അപ്പൂപ്പിന് മാത്രമേ അത് അറിയാവൂ എന്നാണ് പറയുന്നത്. എന്താണ് ഇവരുടെ റെസിപ്പി എന്നുള്ളതെന്നും പറഞ്ഞ് ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലോഗ്സ് വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വീഡിയോസ് റെഫർ ചെയ്ത് കുറേയൊക്കെ ട്രൈ ചെയ്തു, കുറേ ഫ്ലോപ്പായി. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നിയ ചില എലിമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഓരോ റെസിപ്പിയിലും ചിലപ്പോൾ എനിക്ക് ഇതിലെന്തോ ഒരു ടേസ്റ്റിൻ്റെ ഒരു അംശം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ വേറൊരു റെസിപ്പി ട്രൈ ചെയ്യുമ്പോൾ ഇതിന് വേറൊരു ടെക്സ്ചർ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് തോന്നി ഞാൻ തന്നെ അസംബിൾ ചെയ്തെടുത്ത് എല്ലായിടത്തു നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് ഞാൻ തന്നെ നിർമ്മിച്ചെടുത്ത ഒരു ചെറിയ ഒരു റെസിപ്പിയാണിത്. പക്ഷേ ഈ ഒരു സാധനം ഞാൻ പലതവണ ചെയ്തിട്ട് എനിക്കത് നല്ല കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. KFCയെക്കാട്ടിലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ ഫീഡ്ബാക്ക് വരുന്നുണ്ട്. ഈ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം നിങ്ങൾക്ക്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള കാര്യങ്ങൾ നിങ്ങളും എൻജോയ് ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഇതൊരു പ്രൊഫഷണൽ കുക്കിംഗ് വീഡിയോ എടുക്കുന്നവരെ എടുക്കാനെന്ന് പറഞ്ഞുള്ളൂ. അപ്പം ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ തെറ്റും മിസ്റ്റേക്കും ഷേക്കും ബ്ലർനെസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള കാര്യമല്ലേ. നമുക്കിതിൽ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് ചിക്കൻ. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് ചിക്കൻ വിങ്സാണ്. അപ്പം ഞാൻ ചിക്കൻ്റെ എല്ലാ പീസസ് വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും നല്ല ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ചിക്കൻ വിങ്സ് വെച്ച് ട്രൈ ചെയ്യുമ്പോഴാണ്. പക്ഷേ നിങ്ങൾക്ക് അത് ഏത് പീസ് ഡ്രം സ്റ്റിക്സോ തൈസോ എന്ത് വെച്ച് വേണോ ഇതുണ്ടാക്കാം. പക്ഷേ ഇമ്പോർട്ടൻ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നുള്ള ചിക്കൻ ആയിരിക്കണം. സ്കിന്നില്ലാത്തത് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ സ്കിൻ മസ്റ്റാണ്. 2 മുട്ട, പാല് വേണം, ബ്ലാക്ക് പെപ്പർ അതായത് കുരുമുളക്, ഗാർലിക് പൗഡർ. നമ്മുടെ നാട്ടിൽ കിട്ടുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല, ചിലപ്പോൾ ഇപ്പോൾ കിട്ടേണ്ടതാണ് എല്ലായിടത്തും. ഗാർലിക്, വെളുത്തുള്ളി, അതുവരെ ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഇതേപോലെ നമുക്ക് ബോട്ടിൽസിൽ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. സൂപ്പർ മാർക്കറ്റിൽ പോയി ഓരോ സാധനങ്ങളും ഇങ്ങനെ ചെറിയ ബോട്ടിലിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഗാർലിക് പൗഡറാണ്. അതേപോലെ ഇത് നമുക്ക് അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ പാപ്രിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുളക് പൊടിയാണ് സാധനം, പക്ഷേ കുറച്ച് പവർ കുറഞ്ഞ മുളക് പൊടി. പക്ഷേ ഇത് ഞാൻ ബേസിക്കലി ചേർക്കുന്നത് കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിനു വേണ്ടി നമുക്കിത് കുറച്ച് യൂസ് ചെയ്യാം. ചെറിയൊരു ഫ്ലേവറും കിട്ടും. അത് കൂടാതെ നമുക്ക് ആക്ച്വലി നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ, നമ്മുടെ നാടൻ മുളക് പൊടി, അത് തന്നെ നമുക്ക് ആവശ്യമുണ്ട്. എങ്കിലേ കുറച്ച് സ്പൈസി ആവുള്ളൂ. ഇവിടുത്തെ പാപ്രിക്കയെന്ന് ഇട്ടെന്നും പറഞ്ഞാൽ എരിവൊന്നും കാണില്ല, വെറും കളർ മാത്രമേ കാണുള്ളൂ. അപ്പോൾ നല്ല എരിവൊക്കെ വേണമെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്ട്രോങ് സാധനം കൊണ്ട് ഇവിടെ ഇടേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ എന്തായാലും ഇവിടെ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ മേടിക്കാൻ കിട്ടും. അതുപോലെ നമ്മുടെ നാടൻ മുളക് പൊടി അത് വേണം. അത് കൂടാതെ നമുക്ക് വേണ്ട 2 ഐറ്റംസ്, ഒന്ന് ഒറിഗാനോ, ഒന്ന് ബസിലിക്കും. ഇപ്പോൾ ഈ ഒറിഗാനോ എന്ന് പറഞ്ഞാൽ ഒരു ലീഫാണ്. ആക്ച്വലി ഇതൊരു ലീഫ് ഉണക്കി പൊടിച്ചതാണ്. ഇതിനൊരു നല്ലൊരു മണമൊക്കെ ഉണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ബസിലിക്കും എന്ന് പറഞ്ഞാൽ ബേസിൽ ലീവ്സ് ആണ്. ഇത് നമ്മുടെ നാടൻ തുളസി എന്ന് പറയില്ല, അത് ആക്ച്വലി അതും ഒരു ബേസിലാണ്. പക്ഷേ ഇതൊരു വേറൊരു വെറൈറ്റിയാണ്. ഞാനിത് തായ് ബേസിലോ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളത്. തുളസിയുടെ ഒന്നും വാരി KFCയിൽ ഇടരുത്, അതല്ല സാധനം. ഇത് വേറെയാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ഇത് അവൈലബിൾ ആയിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം നമ്മുടെ പണ്ടത്തെ പോലെ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും എല്ലാം കിട്ടും. അപ്പോൾ ഇത് രണ്ടുമാണ് സാധനം. ഇതിൽ എഴുതിക്കുന്നത് ഇപ്പം ജർമ്മൻ നെയിംസ് ആയിരിക്കും.
ഒറിഗാനോ, ബസിലിക്കും. അപ്പം ഒറിഗാനോ തന്നെയാണ് എല്ലായിടത്തും. മറ്റത് ബേസിൽ ലീവ്സ് എന്നായിരിക്കും, ഉണക്കി പൊടിച്ച ലീവ്സാണ്. പിന്നെ നമുക്ക് ആവശ്യം സോൾട്ടാണ്. പിന്നെ നമുക്ക് ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാനൊരു പാത്രം വേണം. അതുകൂടാതെ സൺഫ്ലവർ ഓയിൽ, അതൊരു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി സൺഫ്ലവർ ഓയിൽ ആവശ്യമുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ മറന്നു, മൈദ. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. സോ ഞാൻ നമ്മുടെ ചിക്കൻ വാഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ നെക്സ്റ്റ് ഒരു പരിപാടി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നോർമൽ വീട്ടിലുള്ളൊരു ഫോർക്ക് എടുത്തിട്ട് ഈ ഓരോ ചിക്കൻ പീസസിലും ഹോൾസ് പിയേഴ്സ് ചെയ്യണം. ഫോർക്ക് വെച്ചിട്ടൊന്ന് പുഷ് ചെയ്താൽ മതി മീറ്റിലേക്ക്. നമ്മളിത് കഴിഞ്ഞിട്ടൊരു മാരിനേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ മാരിനേഷനിൽ നമ്മൾ ഈ ചിക്കൻ ആക്ച്വലി സോക്ക് ചെയ്ത് വെക്കും. ഈ സോക്ക് ചെയ്ത് വെക്കുമ്പം ഈ ചിക്കനിലെ അകത്തേക്ക് കുറച്ചും കൂടെ ഈ മാരിനേഷൻ ഇറങ്ങാനായിട്ട് ഐ തിങ്ക് ചിക്കൻ എന്താ പറയുക, നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ജ്യൂസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിക്കൻ സോക്ക് ചെയ്യാനുള്ള ഒരു മാരിനേഷൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഈ മാരിനേഷൻ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ മാരിനേഷൻ 1 kg ചിക്കണിനും ആക്ച്വലി 1.5 kg ചിക്കണിനും യു ക്യാൻ യൂസ് ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് മാരിനേഷൻ. ഓക്കെ, സോ ഇറ്റ്സ് മോർ ഓർ ലെസ് ദ സെയിം. അപ്പോൾ നമുക്കതിൽ ആദ്യമായിട്ട് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 cup ഓഫ് മിൽക്ക്. ഐ മീൻ ഓബിയസ്ലി നോർമൽ മിൽക്കാണ്. മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഈ സാധനമാണ്. ഇത് ഇറ്റ് സേസ് 250 ml യൂസ് ചെയ്തു. സോ ദാറ്റ്സ് 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ. ഓക്കെ, 1 ടീസ്പൂൺ ഓഫ് ചില്ലി പൗഡർ. ഇത് നമ്മുടെ നാടൻ ചില്ലി പൗഡറാണ്. നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ കൊണ്ടുവന്ന കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ അതൊരു ടീസ്പൂൺ ഇടുക. അപ്പം ഞാൻ പറയുകയാണ്, ഇത് ആക്ച്വലി ഇതിൻ്റെ ക്രസ്റ്റിനുള്ള മാരിനേഷൻ അല്ല, അത് വേറെ വരുന്നുണ്ട്. ഇത് ആക്ച്വലി ചിക്കൻ സോക്ക് ചെയ്യാനുള്ള മാരിനേഷനാണ്. 2 teaspoons of salt. 2 teaspoons of salt. ഞാൻ 2 ടീസ്പൂൺ ചേർത്തിട്ട് ഞാൻ എപ്പോഴും കുറച്ചും കൂടെ ആഡ് ചെയ്യും. എനിക്ക് എല്ലാ സാധനവും കുറച്ച് സോൾട്ടി ആയിട്ടിരിക്കുന്ന ഇഷ്ടമാണ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഓൺ പ്രിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. സോ വി ക്യാൻ യൂസ് സംതിങ് ലൈക്ക് ദിസ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നല്ലോണം ബീറ്റ് ചെയ്യണം. ആക്ച്വലി കുറച്ചിങ്ങനെ ബബിൾസ് പോലെയൊക്കെ വന്നാലും കുഴപ്പമില്ല. ഈ എഗ്ഗൊക്കെ ആക്ച്വലി ബ്രേക്ക് ആവണം, മനസ്സിലായില്ലേ? എഗ് യോക്കൊക്കെ ബ്രേക്ക് ആയി നല്ലതായിട്ട് മിക്സ് ആവണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഫസ്റ്റ് മാരിനേഷൻ്റെ ഒരു കൺസിസ്റ്റൻസി, ലിക്വിഡ് കൺസിസ്റ്റൻസി ഏകദേശം ഇങ്ങനെ ഇരിക്കും. അതിലേക്ക് നമ്മൾ നേരത്തെ ഫോർക്ക് വെച്ച് പിയേഴ്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് എടുത്ത് നമ്മൾ ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് വയ്ക്കും. നമുക്കിപ്പോൾ ഒരുപാട് മാരിനേഷൻ്റെ ആവശ്യമില്ല. ഐ മീൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തോന്നും ഇതിൽ മാരിനേഷൻ കുറവാണെന്ന് തോന്നും. ഐ മീൻ ബിക്കോസ് ചില പീസസ് ഒക്കെ പൊങ്ങി നിൽക്കുന്നു. ബട്ട് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഇഷ്യൂ. നമ്മൾ ഒരുപാട് ഉണ്ടാക്കിയാലും വേസ്റ്റ് ആയി പോകും. ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മാരിനേഷൻ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അതിനുശേഷം എടുത്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും അടിയിൽ ഡിപ്പായി കിടക്കുന്ന പീസസ് ആദ്യം എടുത്ത് ഫ്രൈ ചെയ്യുക. ദാറ്റ് മീൻസ് ഈ മേളിലിങ്ങനെ നിൽക്കുന്ന പീസസിന് ആ ടൈം മറ്റത് ഫ്രൈ ആവുന്ന സമയത്ത് ഡിപ്പ് ആവാനുള്ള ടൈം കിട്ടും, കുറച്ച് നേരം കൂടി ഇത് അബ്സോർബ് ചെയ്യാനായിട്ട്. ഓക്കെ, പാത്രത്തിൻ്റെ ഇതനുസരിച്ച് കൂടി നമ്മൾ വേറൊരു ടൈപ്പിൽ ഒരു വെസൽ എടുക്കുവാണെങ്കിൽ ചിലപ്പം മേ ബി ഓൾ ദ പീസസ് മേ ബി സോക്ഡ്. ഐ ഡോണ്ട് നോ. എനിക്കിപ്പോൾ ഇവിടെ ഈ വെസലാണുള്ളത്. ഇതിലാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. ഇറ്റ് വർക്ക്സ്. ഇതിനെ ഞാൻ സീൽ ചെയ്തിട്ടുണ്ട്. എയർടൈറ്റ് ഇത് വെച്ച് സീൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അടപ്പ് വെച്ച് അടച്ചാലും മതി. ഈ ചിക്കനെ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കണം. മിനിമം ഒരു 30 to 45 മിനിറ്റ്സ് വയ്ക്കാം. മിനിമം ആണ് ഞാൻ പറയുന്നത്. ഒരു പ്രാവശ്യം ഒരു 2 to 3 hours ഒക്കെ ഞാൻ ഫ്രിഡ്ജിലിങ്ങനെ വെച്ചിരുന്നു. ആൻഡ് വെൻ ഐ ട്രൈഡ് ദാറ്റ് ഐ ഫൗണ്ട് ദാറ്റ് ചിക്കൻ ടു ബി ലിറ്റിൽ ബിറ്റ് മോർ ജ്യൂസിയർ ആൻഡ് മോർ സോഫ്റ്റ്. അപ്പം എന്തായാലും നിങ്ങളൊരു 30 to 45 മിനിറ്റ്സ് മിനിമം എന്തായാലും ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വയ്ക്കുക. ക്രസ്റ്റിനുള്ള കോട്ടിങ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. 1.5 കപ്പ് മൈദ. ഇവിടെ ജർമ്മനിയിൽ ആക്ച്വലി മൈദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പല ടൈപ്പിൽ കിട്ടും. ഇവിടെ മൈദ വൈസൻ മെയിൽ എന്നാണ് പറയുന്നത്. അപ്പം ഈ ടൈപ്പ് 405 എന്ന് പറഞ്ഞാണ് ഇവിടുത്തെ ഒരു ജനറൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ള ബേസിക് ജനറൽ പർപ്പസ് ഫ്ലവർ എന്ന് പറയുന്ന സാധനം. 1.5 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1.5 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, 1.5 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, അത് ഓപ്ഷണലാണ്. പിന്നെ നമ്മുടെ നാടൻ ചില്ലി പൗഡർ. ഇത് ആക്ച്വലി 1.5 ടീസ്പൂണാണ് ബേസിക്കായിട്ട് ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ 2 ആഡ് ചെയ്യും. ബിക്കോസ് എനിക്ക് ഈ ക്രസ്റ്റ് കുറച്ച് സ്പൈസി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. 1.5 ടീസ്പൂൺ ഒറിഗാനോ, 1.5 ടീസ്പൂൺ ബേസിൽ, ഒരു 2.5 ടീസ്പൂൺ സോൾട്ട് നമുക്ക് ആഡ് ചെയ്യാം. അഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, സോൾട്ട് ഐ ഓൾവേസ് പ്രിഫർ സോൾട്ട് ടു ബി ലിറ്റിൽ ബിറ്റ് ഓൺ ദ ഹയർ സൈഡ്. 2.25 മതി ആക്ച്വലി. ബട്ട്
ഐ ആഡ് 2.5. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ട കമ്പോണൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി മിക്സിംഗ് ആണ്. മിക്സ് ചെയ്യാനായിട്ടൊരു സ്പൂൺ യൂസ് ചെയ്യാണ്. സ്പൂൺ വെച്ചിട്ട് യു ക്യാൻ ജസ്റ്റ് കൈൻഡ് ഓഫ് ലൈക്ക് മിക്സ് ഇറ്റ് ടുഗദർ. നമ്മൾ ഈ ഫ്ലോറിൻ്റെ കളർ ഏകദേശം സെയിം ആയിരിക്കണം. ഒരു ചെറുതായിട്ട് കളർ മാറി വരുന്നതാണ്. ഒരു റെഡിഷ് കൺസിസ്റ്റൻസിയിലേക്ക്, റെഡിഷ് കളറിലേക്ക് ഇത് സാധനം മാറി വരും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ. അങ്ങനെ ഞാൻ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ പുറത്തെടുത്തു. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് അൺറാപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കനും മാരിനേഷനും കോട്ടിങ്ങും പരിപാടി എല്ലാം റെഡി ആയിത്തേക്ക് നമുക്ക് ഇനി അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യാനുള്ള സെറ്റപ്പാണ്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു കാസ്റ്റ് അയൺ പാനാണ്. ഈ ഷേപ്പിലുള്ളൊരു പാനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളും ഇങ്ങനെ ഉള്ള ഒരു പാൻ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ചിക്കൻ കുറച്ച് ഓയിൽ അത്യാവശ്യം നല്ല ലെവലിൽ കീപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ ചിക്കൻ നല്ല ഡിപ്പായിട്ട് ഫ്രൈ ആവും. ദാറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഫ്ലാറ്റ് ഫ്രൈങ് പാൻസിൽ ഫ്രൈ ചെയ്യാം, ബട്ട് യു വിൽ നീഡ് എ ലോട്ട് ഓഫ് ഓയിൽ. ഒരുപാട് എണ്ണ ഒഴിക്കേണ്ടി വരും. ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഹീറ്റിലായിരിക്കും നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, ഈ ഫ്രൈയിങ് പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മളൊരു ഹൈയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കൂടി പോയി കഴിഞ്ഞാൽ ദ ഔട്ടർ ക്രസ്റ്റ് മൈറ്റ് ലുക്ക് റിയലി നൈസ്, പക്ഷേ അകം വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള പണി പാടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ദെൻ യു കനോട്ട് കൈൻഡ് ഓഫ് ലൈക്ക് ഹീറ്റ് ഇറ്റ്. പിന്നെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ക്രസ്റ്റ് ബേൺ ആവും. സോ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം കരിഞ്ഞ ചിക്കൻ നമുക്ക് ആവശ്യമില്ല. നമുക്ക് നല്ല ചിക്കനാണ് കഴിച്ച് ആവശ്യം. സൺഫ്ലവർ ഓയിലാണ്. ഓക്കെ, അപ്പോൾ സൺഫ്ലവർ ഓയിൽ അത്യാവശ്യം നല്ലൊരു ലെവലിൽ കീപ്പ് ചെയ്യണം. ഓക്കെ, ഇത് കുറഞ്ഞു പോയി കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു എൻഡ് റിസൾട്ടിനെ അത് ബാധിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള പ്രിപ്പറേഷനിലേക്ക് പോകാം. അപ്പം ഓയിൽ ഏകദേശം ഹീറ്റായിട്ടുണ്ട്, അല്ലെങ്കിൽ ഓയിൽ ഹീറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാം. സോ നമ്മുടെ ചിക്കൻ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് ചിക്കൻ, അടിയിൽ കിടക്കുന്ന ചിക്കനൊക്കെ ഞാൻ എടുത്തിങ്ങനെ മേളിലേക്ക് വയ്ക്കും ഇവിടെ ഒരു സൈഡിൽ. അപ്പം എനിക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം എനിക്കിവിടെ ഒരു കുറച്ചൊരു ഏരിയ, ഇവിടെ ഒരു ഡിപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ചൊരു സ്പേസ് കിട്ടും എനിക്ക് ഈ വെസലിൽ. നിങ്ങൾക്ക് ആക്ച്വലി വേണമെങ്കിൽ ഇത് വേറൊരു വെസലിലേക്ക് കുറച്ച് ഈ മാരിനേഷൻ പോർ ചെയ്തും നിങ്ങൾക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് ചെയ്യാം. ഇത് ബേസിക്കലി ചിക്കൻ ഡിപ്പ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് മാത്രമാണ്. ഓക്കെ, ഒരു പീസ് എടുക്കുക, ദെൻ നമ്മുടെ മാരിനേഷനിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്യുക. അതേപോലെ ഒരുപാട് ഈ ലിക്വിഡ് അതിൽ കൂടെ വരാൻ പാടില്ല. സോ ജസ്റ്റ് ഡിപ്പ് ഇറ്റ് വൺസ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ ഫ്ലവർ ലൈക്ക് ദിസ്. ഇതിൽ കൈ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്, ബിക്കോസ് കയ്യിൽ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ മൊത്തം മെനക്കേടാവും. സോ ഐ യൂസ് എ സ്പൂൺ ലൈക്ക് ദിസ്. നമുക്ക് സ്പൂൺ വെച്ചിട്ട് നമുക്ക് കൈൻഡ് ഓഫ് ഇങ്ങനെ ചിക്കൻ റൊട്ടേറ്റ് ചെയ്ത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇത് ഒരു ഇനീഷ്യൽ കോട്ടിംഗ് ആണ്. ഇത് ജസ്റ്റ് ഇനീഷ്യൽ കോട്ടിങ്. ഈ ഇനീഷ്യൽ കോട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇതേപോലെ ചിക്കൻ എടുത്ത് ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എക്സസ് കോട്ടിങ് ഉണ്ടെങ്കിൽ അതിനകത്ത് വീഴും. ഇത് ഫസ്റ്റ് കോട്ടിംഗ് ആണ്. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതേ കോട്ടിങ്ങോട് കൂടി ചിക്കൻ എടുത്ത് വീണ്ടും ഒന്നും കൂടെ ക്വിക്കായിട്ടൊന്ന് ഡിപ്പ് ചെയ്യുക. അതുതന്നെയാണ് ഞാൻ ഈ ഒരു സ്പേസ് ഇവിടെ ഉണ്ടാക്കിയത്. സോ ഇറ്റ്സ് ഈസി ഫോർ മീ ടു ഡിപ്പ്. മനസ്സിലായില്ലേ? എന്നിട്ട് ഒന്നും കൂടെ പതുക്കെ ഇതിൻ്റെ ആ ലിക്വിഡ് മാരിനേഷൻ ഒന്ന് ചെറുതായിട്ട് ഷേക്ക് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒന്നും കൂടെ just put it in the flour, and coat it well. സോ എല്ലായിടത്തും നന്നായിട്ട് ഈ കോട്ടിങ് ആവണം. ദാറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഞാൻ 3 പീസസ് റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പീസസ് ഇട്ടാലും ഇറ്റ്സ് ഗോയിൻ ടു ബി എ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓയിൽ ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഓയിലിലേക്ക് ഇടുക എന്നുള്ള പരിപാടിയാണ്. ഓരോ പീസായിട്ട് എടുത്തിട്ട് യു ഹാവ് ടു കൈൻഡ് ഓഫ് ലൈക്ക് ഷേക്ക് ഇറ്റ്. എക്സസ് ഫ്ലോർ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ലൈക്ക് ഷേക്ക് ഇറ്റ് അവേ, അതർവൈസ് അത് താഴെ വീണ് ബേൺ ആവാനുള്ള സാധ്യത ഉണ്ട് ഓയിലിൽ. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ ദ ഓയിൽ. ഓയിൽ ഭയങ്കര ഹോട്ടല്ല, ഇതൊരു മീഡിയം ഇതിലാണ്. അതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്ലോസ് ചെയ്യുക. ഓക്കെ, 12 to 15 minutes എടുക്കും ചിലപ്പോൾ ഈ ഒരു സൈഡ് ആവാൻ. ബിക്കോസ് നമ്മൾ ഇത് ഒരുപാട് ഹീറ്റിലല്ല ചെയ്യുന്നത്, ലോ ഹീറ്റിലാണ് ചെയ്യുന്നത്.
എന്നാലും നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് നോക്കിയിട്ട് പതുക്കെ ഇതിൻ്റെ ക്രസ്റ്റിൻ്റെ കളർ നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഒരു ബ്രൗണിഷ് ഒരു ഗോൾഡൻ ബ്രൗൺ വന്നു കഴിഞ്ഞാൽ ഐ മീൻ വി ക്യാൻ ഈസിലി ലൈക്ക് കൈൻഡ് ഓഫ് ടേൺ ഇറ്റ് അറൗണ്ട്. മറ്റേ സൈഡിലാക്കി കഴിഞ്ഞാൽ ആ സൈഡും കൂടെ ആയതിനു ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. 8 മിനിറ്റ് അടുപ്പിച്ചായിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ശേഷം വീണ്ടും ആസ് യൂഷ്വൽ ക്ലോസ് ചെയ്ത് വയ്ക്കുക. സോ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഐ തിങ്ക് വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. both sides are perfectly cooked. ഇനി നമുക്കത് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു പ്ലേറ്റിലൊരു കിച്ചൺ ടിഷ്യൂ ഇട്ടിട്ടുണ്ട് എക്സസ് ഓയിൽ അബ്സോർബ് ചെയ്യാനായിട്ട്. ഒരുപാട് ഓയിൽ കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. സോ അങ്ങനെ നമ്മുടെ KFC ചിക്കൻ്റെ പ്രിപ്പറേഷൻ വിജയകരമായി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ആ ഒരു ടെക്സ്ചറിലും ആ ഒരു ടേസ്റ്റിലും തന്നെയാണ് ഈ സാധനം പ്രിപ്പയർ ആയിരിക്കുന്നത്. അതിപ്പം ഇപ്പോൾ ഇതിൽ എനിക്ക് ഈ ഒരു ടേസ്റ്റ് എനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴത്തേക്കും. സോ ഐ ആം ലൈക്ക് കൈൻഡ് ഓഫ് കോൺഫിഡൻറ്റ് ഇൻ മേക്കിംഗ് ദിസ്. പക്ഷേ ഇത് എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. ചിലർക്ക് ഇത് ഇഷ്ടപ്പെടാം, ചിലർക്ക് യു ക്യാൻ റിലേറ്റ് ഇറ്റ് വിത്ത് KFC, അല്ലെങ്കിൽ ചിലർക്ക് ഇത് കുറച്ചും കൂടെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ചിലർക്ക് ഇത് ഇഷ്ടപ്പെടാനേ സാധ്യതയില്ല, എനിക്കറിയില്ല. പക്ഷേ എനിക്കിതുവരെയും പോസിറ്റീവ് ഫീഡ്ബാക്സാണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഐ ആം ഓൾസോ സാറ്റിസ്ഫൈഡ്. മീൻ ഇപ്പോൾ ഇവിടെ കിട്ടുന്ന KFC-യെക്കാട്ടിയും ഐ റിയലി എൻജോയ് ഹാവിങ് ദിസ്. അപ്പോൾ എന്തായാലും ഒരു ചെറിയ പീസ് ഞാൻ എന്തായാലും കഴിച്ചു നോക്കാം. കാരണം ഫുഡ് റിവ്യൂ ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഞാൻ തന്നെ ഉണ്ടാക്കിയ ഫുഡ് ഞാൻ തന്നെ കഴിച്ച് ഞാൻ തന്നെ അഭിപ്രായം പറയുന്നതാണ്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല, പൊളി സാധനം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും വേറൊരു വീഡിയോയിലേക്ക് കാണുന്നവരത്തേക്കും ടേക്ക് കെയർ. ബൈ.